ഇന്ന് നമുക്ക് ഈ വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്യണം. കുറച്ചാണോ കുടിക്കണേന്ന് അറിയണ്ടേ? ഞാനൊരു ഡ്രൈവറിൻ്റെ മകനായതുകൊണ്ടാവാം എനിക്ക് മീശീലം കിട്ടിയത്. എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് വണ്ടി കഴുകുന്നത് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. 350 കിലോമീറ്റർ വണ്ടി ഓടി. ഇനി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എത്ര കിലോമീറ്റർ ഓടുമെന്ന്. ഇതിൻ്റെ ടാങ്കിങ് കപ്പാസിറ്റി വന്നിട്ട് 5.5 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. 567 രൂപയ്ക്ക് അടിച്ചപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്ത് വണ്ടി എത്ര കിലോമീറ്റർ ഓടുമെന്നൊന്ന് ചെക്ക് ചെയ്യാം. 45 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി മൈലേജ് പറയുന്നത്. എനിക്കെന്തായാലും അതിൽ കൂടുതൽ കിട്ടുമെന്നൊരു കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. വെറുതെ ഹൈവേ കൂടെ മാത്രം വണ്ടി ഓടിച്ചാൽ നമുക്കിതിൻ്റെ പ്രോപ്പർ മൈലേജ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന റോഡെന്ന് പറയുന്നത് കൊല്ലത്തുള്ള അമ്പനാട് എസ്റ്റേറ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ വണ്ടിയുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാൻ പറ്റും. വഴി നിർത്തി കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം. ഇപ്പോൾ ഏകദേശം 54 കിലോമീറ്റർ കവർ ചെയ്തു. ഇപ്പം തെന്മലയിലെത്തിയിട്ടുണ്ട്. കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് യാത്ര വീണ്ടും മുന്നോട്ട്. തെന്മല കഴിഞ്ഞപ്പോൾ ഒരു 70 കിലോമീറ്ററായി. ഇനി ഈ റോഡിൻ്റെ ഭംഗി ആസ്വദിച്ച് വീണ്ടും അങ്ങോട്ട് പോവുക. ഈ പാലം കഴിഞ്ഞ് തീരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് അമ്പനാടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഇവിടെ നിന്നൊരു പാസ് എടുക്കണം. പാസ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇതാണ് ആ പാസ്. അമ്പനാടിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. ഇവിടെ 100 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പുനലൂരിലേക്കാണ് പോകുന്നത്. അമ്പനാടിൽ നിന്ന് പുനലൂരിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ കൂടുതലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി നമ്മൾ ഇവിടെ എത്തി. ഇവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ച് കുറച്ച് പിക്സും ഫോട്ടോസെല്ലാം എടുത്തു. ഇപ്പോൾ ഏകദേശം കിലോമീറ്റർ 130 കഴിഞ്ഞു. ഇനിയും യാത്ര തുടരുന്നു. ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു. അവിടെ നിന്ന് വണ്ടി നിർത്താതെ മുന്നോട്ട് തന്നെ പോയി. ഇപ്പോൾ ഏകദേശം 3 കട്ട തീർന്നായിരുന്നു. 157 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വച്ച് പിടിക്കുക. നേരെ ഞാൻ കവടിയാറെത്തി. കവടിയാറ് കണ്ട് ഈ കുരിപ്പിനെ കണ്ട് ഈ കുരിപ്പ് നേരെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ടും പെട്രോൾ തീരാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് നമ്മളെ ബൈപ്പാസ് പിടിച്ച് തിരുവല്ല എത്തിയപ്പോൾ ഏകദേശം 232 കിലോമീറ്ററായി. എന്നിട്ടും പെട്രോൾ തീരുന്നില്ല. അതുകൊണ്ട് നേരെ കാഞ്ഞിരംകുളം വഴി കറങ്ങി വീട്ടിൽ പോകാമെന്നൊരു പ്ലാന്. ആ വഴി പോകേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പിടിച്ചു. കോവളത്തിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ എത്തിയിട്ട് വണ്ടിയുടെ പെട്രോൾ തീർന്നില്ലെങ്കിലും ഫോണിൻ്റെ ചാർജ് തീരാറായി. അതുകൊണ്ട് നേരെ വീട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ 258 കിലോമീറ്ററായി. എന്നിട്ടും തീരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം സർവീസായിരുന്നു. സർവീസിന് കൊടുത്തു. സർവീസ് കഴിഞ്ഞ് തിരിച്ച് വന്നു. 280 കിലോമീറ്റർ ആയപ്പോഴാണ് വണ്ടി റിസർവ് ആയത്. അതായത് ഈ വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത് 56 ആണ്.